നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 24 ശനി. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഈ മാസത്തെ പെൻഷനും ഇന്നു മുതൽ വിതരണം ചെയ്യും. 3200 രൂപയാണ് ലഭിക്കുക. 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലും നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിനിടെ 204.4 മില്ലിലിറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രിയോടെ പെയ്ത കനത്ത മഴയിലും ശക്തമായ കാറ്റിലും ഒട്ടേറെ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും മരങ്ങൾ കടപുഴകുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് സമീപം മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റു. LDF സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനം. മഴയുടെ പ്രതികൂല സാഹചര്യത്തെയും അവഗണിച്ചെത്തിയ ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയോടെ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. ഏപ്രിൽ 21 കാസർഗോഡ് ആരംഭിച്ച വാർഷികാഘോഷ പരിപാടികളാണ് തലസ്ഥാനത്ത് ഇന്നലെ പൂർത്തിയായത്. സർക്കാരിൻ്റെ ഓരോ വകുപ്പിൻ്റെയും നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രസംഗിച്ച മുഖ്യമന്ത്രി പ്രളയകാലത്ത് കേന്ദ്ര സർക്കാർ സഹായിച്ചില്ലെന്നും UDF അവർക്കൊപ്പം നിസ്സഹകരണ സമീപനമാണെന്നും കുറ്റപ്പെടുത്തി. കേരളത്തിലെ ദേശീയപാതയുടെ തകർച്ച അതീവ ഗുരുതര വിഷയമാണെന്നും പരിഹാര നടപടിയെങ്കിലും ശാസ്ത്രീയമായി ചെയ്യുമെന്നും പ്രതീക്ഷിക്കുകയാണെന്ന് ഹൈക്കോടതി. വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച ദേശീയപാത അതോറിറ്റി വിദഗ്ധരുൾപ്പെട്ട ഉന്നത സമിതി പരിശോധിക്കുകയാണെന്നും ഘടനാപരമായ മാറ്റം വേണ്ടിവരുമെന്നും അറിയിച്ചു. വിശദമായി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ദേശീയപാത അതോറിറ്റി 10 ദിവസം തേടിയെങ്കിലും വ്യാഴാഴ്ച ഇടക്കാല റിപ്പോർട്ട് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കഴക്കൂട്ടം യാത്രയ്ക്കിടെ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായ കാർ കോൺക്രീറ്റ് ഭിത്തിയിലിടിച്ച് 2 യാത്രക്കാർക്ക് പരിക്ക്. ഇന്നലെ പുലർച്ചെ തേക്കടി യാത്ര കഴിഞ്ഞ് വരികയായിരുന്ന 5 അംഗ യാത്രാസംഘം ദേശീയപാതയിലേക്ക് കടക്കുമ്പോഴാണ് മൊബൈൽ ഫോൺ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. ഇതോടെ കാറിൻ്റെ നിയന്ത്രണം നഷ്ടമായി കോൺക്രീറ്റ് ഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നാളികേരത്തിൻ്റെ വിലക്കയറ്റം രാജ്യാന്തര തലത്തിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം നാളികേര ഉൽപ്പാദന രാജ്യങ്ങളിൽ വരൾച്ചയും പുതിയ രോഗങ്ങളും ഉണ്ടായതാണ് ആഗോളതലത്തിൽ നാളികേര ഉൽപ്പാദനത്തിൽ കുറവുണ്ടാകാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. തേങ്ങയ്ക്ക് വില കുത്തനെ കൂടിയെങ്കിലും കർഷകന് സന്തോഷമില്ല. കിലോയ്ക്ക് 50 രൂപ വില ഉണ്ടായിരുന്നപ്പോൾ ലഭിച്ചിരുന്ന തേങ്ങയുടെ പകുതിയേ ഇപ്പോൾ കർഷകന് ലഭിക്കുന്നുള്ളൂ. കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2.69 ലക്ഷം കോടി രൂപ ലാഭവീതമായി നൽകും. റെക്കോർഡ് ലാഭവീതം ധനക്കമ്മി കുറയ്ക്കുന്നതിന് സർക്കാരിന് വലിയ തോതിൽ സഹായകരമാകുമെന്ന് മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ മൂലധന ചെലവിനും വിവിധ ക്ഷേമ പദ്ധതികൾക്കും പണലഭ്യത ഉറപ്പാക്കുകയും ചെയ്യും. RBI സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ യോഗമാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്ക് 2.69 ലക്ഷം കോടി രൂപയുടെ ലാഭവിഹിതം നിശ്ചയിച്ചത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട തുക കഴിഞ്ഞ് മിച്ചമുള്ളതാണ് ലാഭവിഹിതം എന്ന പേരിൽ RBI കൈമാറുന്നത്. യൂറോപ്യൻ യൂണിയനുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 50% പകരം തീരുവ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജൂൺ 1 മുതൽ തീരുവ പ്രാബല്യത്തിലാകുമെന്ന് ട്രംപ് പറഞ്ഞു. വ്യാപാര കരാർ ചർച്ചകൾ ഊർജിതമാക്കി ഇന്ത്യയും US-ഉം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 തവണയായി കേന്ദ്ര വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയലും US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്കും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഒരാഴ്ചയിലേറെയായി പീയൂഷ് ഗോയൽ US-ലാണ്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇടക്കാല കരാറിന് ഇരു രാജ്യങ്ങളും തത്വത്തിൽ അംഗീകാരം നൽകിയേക്കുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ജൂലൈ 9 പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന പകരം തീരുവയിൽ നിന്നും ഇന്ത്യക്ക് ഇളവ് ലഭിച്ചേക്കും. IPL ബംഗളൂരുവിനെതിരെ ഹൈദരാബാദിന് 42 റൺസ് ജയം. ഇംഗ്ലണ്ടിനെതിരെ ജൂൺ 20 ലീഡ്സിൽ ആരംഭിക്കുന്ന വിദേശ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. രോഹിത് ശർമ്മ വിരമിച്ചതിനാൽ പകരം ആര് ക്യാപ്റ്റനാകുമെന്നും ഇന്നറിയാം. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.